ഞാൻ എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കോഴൂർ എന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മളോടൊപ്പം ഒരു വെരി സ്പെഷ്യൽ വിഭവമായിട്ട് സവ്യ എന്ന വീട്ടമ്മയാണ്. സവ്യയോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഹലോ സവ്യ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? വീട്ടിലെല്ലാവരും എന്ത് പറയുന്നു? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അച്ഛമ്മയുണ്ട്, പിന്നെ ഒരു സിസ്റ്ററുണ്ട്. ഓക്കെ, വലിയ ഫാമിലിയാണല്ലേ? ഓക്കെ. അപ്പൊ നോർമലി നമ്മുടെ ഇത്രയും മെമ്പേഴ്സ് ഒന്നും ഇപ്പൊ സാധാരണ കുടുംബങ്ങളില്ലല്ലോ, അതുകൊണ്ടാണ് വലിയ ഫാമിലി അല്ലേ പറഞ്ഞത്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഓക്കെ. പിന്നെ സവ്യയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ജോബ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു? ഇല്ല, ഇപ്പൊ ജോബൊന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്? വേറെ ഞാനിപ്പോ വീട്ടിൽ നിന്ന് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആണല്ലേ? അപ്പോൾ ഈ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്? ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത്? ഇന്നൊരു ക്രീമി പാസ്ത ഉണ്ടാക്കാൻ പോകുന്നത്. ക്രീമി പാസ്ത ഒരു ഇറ്റാലിയൻ ഫുഡ് ആണല്ലേ? പാസ്ത നോർമലി എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ കേരളത്തിന്റെ ഒരു ഫുഡ് ഇതിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫുഡാണ്. അപ്പം നമുക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പം കുക്ക് ചെയ്യാം, തുടങ്ങാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഇതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഇത് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയാണ്. വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത. ഇത് എങ്ങനെയാണ് ഇതിന്റെ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്? ഒരു കപ്പ് പാസ്ത. ഒരു കപ്പ് പാസ്ത വേവിക്കുന്നതിന് മുൻപ് ഒരു കപ്പ് പാസ്ത. ഓക്കെ. അതിൽ ഉപ്പും ഒരു സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചു. ഓക്കെ. ഉപ്പും ഒരു സ്പൂൺ ഓയിലും ഒഴിച്ച് വേവിച്ച പാസ്ത. ദെൻ പിന്നെ ബട്ടർ വേണം, കുരുമുളക്, പെപ്പർ പൗഡർ, ഓയിൽ വേണം, പിന്നെ ചില്ലി സ്ലിപ്പ് വേണം. ഓക്കെ. പിന്നെ ഇത് മൈദയാണ്, സോസ് ഉണ്ടാക്കാം, വൈറ്റ് സോസ് ഉണ്ടാക്കാം. മൈദ. പിന്നെ പാല്, ഒരു കപ്പ് പാല്. ക്യാരറ്റ്, കാപ്സിക്കം, സവാള, പിന്നെ വെളുത്തുള്ളി. ഈ ഉള്ളി എത്ര എടുത്തിട്ടുണ്ട്? എല്ലാം ഓരോന്നാണ് എടുത്തത്. എല്ലാം ഓരോന്ന്. ക്യാപ്സിക്കം ഒരു മീഡിയം, ക്യാരറ്റ് ഒരു മീഡിയം, ആൻഡ് വെളുത്തുള്ളി ആണെങ്കിലും ഒരു എത്ര അല്ലി എടുത്തിട്ടുണ്ട്? അതൊരു 5 അല്ലി. ഓക്കെ. സവാള ഒരു സവാള. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇത് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസ് എല്ലാം വഴറ്റണം. ഓക്കെ. ആദ്യം നമ്മൾ പാൻ വെച്ചു, ചൂടാക്കുവാണ്. ദെൻ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ക്യാപ്സിക്കം, ക്യാരറ്റ് ആൻഡ് ഓണിയൻ, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം ഓയിൽ ഒഴിക്കും. ഓയിൽ കുറച്ച് ചൂടായതിനു ശേഷം ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളി ഇടാം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളിയാണ്, ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഈ ഒരു സൗണ്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന്റെ ആണല്ലേ? അതെ. ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ കംഫർട്ടാണോ? നോർമലി കിച്ചണിൽ ആരും അങ്ങനെ ഗ്യാസ് ആണ് എല്ലാവരും യൂസ് ചെയ്യാറല്ലേ? അതെ. എന്നാലും ഈസിയാണ് നമുക്ക് കുറച്ചുകൂടെ ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യുമ്പോൾ. കുറച്ച് ഈസിയാണ്, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നല്ലോണം വെന്ത് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇട്ട ഉടനെ തന്നെ നമ്മൾ അടുത്തത് സവാള അരിഞ്ഞു വെച്ച് സവാള ഇടുവാണ്. ഇതിന്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ മാത്രം, ജസ്റ്റ് അതിന്റെ പച്ചമണം മാറിയാൽ മാത്രം മതി, അല്ലാതെ നമ്മൾ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ലല്ലേ? ഓക്കെ. പിന്നെ ക്യാരറ്റ് കൂടിയാണ്, കാപ്സിക്കം ലാസ്റ്റ് ഇടാം. നമ്മൾ ക്യാരറ്റും കൂടെ ആഡ് ചെയ്തു. ആദ്യം വെളുത്തുള്ളി ഇട്ടു, ദെൻ സവാള ഇട്ടു, പിന്നെ ക്യാരറ്റ് ഇട്ടു, നമ്മൾ ക്യാപ്സിക്കം ലാസ്റ്റ്. ക്യാപ്സിക്കം നമ്മൾ മാറ്റി വെക്കുവാണ്, പിന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് കുറച്ച് ആഴ്ചയാകുമ്പോൾ കുറച്ച് നേരം. എത്ര ടൈം എടുക്കും? ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ്സ്. ജസ്റ്റ് ഒരു സ്മെല്ല് മാറിയാൽ മാത്രം മതി. അടുത്തത് നമുക്ക് ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ഇടാം. നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യാൻ പോവാണ്. എത്ര ടൈം എടുക്കും ഇത്? ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു സോസ് ഉണ്ടാക്കണം, പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. എനിക്ക്
എനിക്ക് തോന്നുന്നു വെരി ഈസിയാണ്. പാസ്ത വേവിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ പാസ്തയുടെ കാര്യത്തിൽ പാസ്ത കുക്ക് ചെയ്യുമ്പോൾ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? അതെ, വേറെ വലിയ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു പച്ച മണം ഒന്ന് മാറി മാത്രം മതി. ഹാഫ് കുക്ക്ഡ് എന്ന് പോലും പറയാനില്ല. ഇല്ല. ക്യാപ്സിക്കത്തിന്റെ മണം പുറത്തേക്ക് വരുമ്പോൾ ക്യാപ്സിക്കത്തിന്റെ മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം വേറൊരു പാത്രത്തിലേക്ക്. ക്യാപ്സിക്കത്തിന്റെ മണം ചെറുതായിട്ട് വന്നു തുടങ്ങുമ്പോൾ നമ്മളത് മുഴുവനെയും നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റുകയാണ്. ആയിട്ടുണ്ടോ? ഇതിപ്പോ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് അടുത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിലേക്കല്ലേ? അപ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് എന്ന് പോലും പറയാനില്ല, ജസ്റ്റ് ഒന്ന് മണം മാത്രം മാറിയിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഐറ്റം ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് സോസ് കൂടി ഉണ്ടാക്കാം. ഓക്കെ, സെയിം പാത്രം തന്നെ വെച്ചു, പാൻ തന്നെ വെച്ചു. നമ്മൾ അതിൽ സോസ് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബട്ടർ യൂസ് ചെയ്ത് ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് മൈദയാണ് എടുത്തത്. ഓക്കെ, പാനിലേക്ക് ബട്ടർ ഇട്ടു. ദെൻ ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ മൈദ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എത്ര മൈദ? ഇത് 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ബട്ടറിനും അങ്ങനെ എടുത്തിട്ടുണ്ടോ? ബട്ടർ ഒരു 50 ഗ്രാം. 50 ഗ്രാം ബട്ടർ. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് മൈദ ഇട്ട് കൊടുക്കണം. അതിലേക്ക് മൈദ ഇട്ടു. ചൂട് കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ, നമ്മൾ ഗ്യാസിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, കാരണം അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മൈദയുടെ സ്മെല്ല് മാറുന്നത് വരെ. ഓക്കെ, കരിയാനും പാടില്ല. മൈദയുടെ സ്മെല്ല് മാറി വരണം, പക്ഷെ കരിയാനും പാടില്ല, അടിയിൽ പിടിക്കാനും പാടില്ല. അപ്പം ഗ്യാസിലാണെങ്കിലും നമ്മൾ ഇൻഡക്ഷനിലാണെങ്കിലും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. വെസ്റ്റേൺ ഫുഡാണോ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടേതായ ചോറ് കറികളൊക്കെ ഏത് കൂടുതൽ കുക്ക് ചെയ്യാൻ ഇഷ്ടം, കഴിക്കാൻ ഇഷ്ടം, എങ്ങനെയാണ്? കഴിക്കാനും ഇഷ്ടം വെസ്റ്റേൺ ഫുഡ് തന്നെയാണ്. എങ്ങനെ പഠിച്ചത് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ? ഇല്ല, ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചാണല്ലോ. ഇപ്പൊ എല്ലാരും യൂട്യൂബ് നോക്കിയാണല്ലോ. അപ്പൊ ഏകദേശം മൈദയുടെ മണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? ഇതിലേക്ക് പാൽ ഒഴിക്കുന്നത്. ഇത് മുഴുവൻ ഒഴിക്കണം. ഒരു കപ്പ് പാല് മുഴുവനായിട്ടും നമ്മൾ ഒഴിക്കുകയാണ് അല്ലേ? ഇത് കട്ട പിടിക്കുന്നതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിക്കും. ഓക്കെ, കട്ട പിടിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ഒഴിച്ച്, ഞാൻ ഒഴിച്ചു തരട്ടെ. കുറച്ച് ഒഴിച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ ലോ ഫ്ലെയിമിൽ കൂടെ ഇടണം അല്ലേ? ഒരു കപ്പ് പാല് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന അതിലേക്ക് നമ്മൾ വീണ്ടും ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി ഇത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ഒന്ന് തിളച്ച് വന്ന ശേഷം പാല് നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു ഐറ്റം തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ ഇനി ബാക്കിയുള്ളത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഉപ്പ് എല്ലാ ഭക്ഷണത്തിനും ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ എന്നാലും ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റം ജസ്റ്റ് ഇങ്ങനെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി വെജിറ്റബിൾ നമ്മൾ ആദ്യം വേവിച്ച് നമ്മൾ വഴറ്റി ഏകദേശം പച്ചമണം മാറ്റി വെച്ച് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പാസ്ത ആഡ് ചെയ്യാം. ഇതിലേക്ക് പാസ്ത, അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാസ്ത നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഐറ്റം അല്ല, ഇനി കുറച്ച് ഇനി ചെറിയ എരിവിന് വേണ്ടിയുള്ള മാത്രമേ ഉള്ളൂ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ തന്നെ ചേർക്കട്ടെ. ശരി. അങ്ങനെ നമ്മുടെ പാസ്ത മുഴുവൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാസ്ത ഓൾമോസ്റ്റ് റെഡിയായി. വെരി സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ടേസ്റ്റിൻ്റെ വശങ്ങളൊക്കെ ഞാനിത് ടേസ്റ്റ് ചെയ്ത ശേഷം പറയുന്നതായിരിക്കും. ഇതിലേക്ക് കുരുമുളകും ഇതും കൂടി. ഓക്കെ, കുരുമുളക് എങ്ങനെയാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് കുരുമുളക് ചേർക്കുന്നത്? അത് നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ആവശ്യത്തിന് അല്ലേ? ഒരു എരിവിന് വേണ്ട, എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അങ്ങനെയാണോ? അതെ. ഓക്കെ. ക്രഷ്ഡ് ചില്ലി നമ്മൾ വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അതും നമ്മുടെ എരിവിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അല്ലേ? നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പാസ്തയുടെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുന്നു അല്ലേ? ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. ഇതിങ്ങനെ ക്രീമി ആയിട്ട് തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയി കഴിഞ്ഞു. ക്രീമി ആയിട്ട് തന്നെയാണ് ഇരിക്കുക. സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പാസ്ത റെഡിയായി കഴിഞ്ഞു. ഇതാണ് സാധനം. അപ്പം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാണ്. ചെയ്യട്ടെ? ഓക്കെ. ഇപ്പം തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും. വെസ്റ്റേൺ ഫുഡാണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നമുക്ക് തോന്നും. ആൻഡ് പിന്നെയും കഴിക്കാൻ തോന്നും. അപ്പം താങ്ക് യു സോ മച്ച് സവ്യ. ഈ കുക്കിംഗ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.